മിശിഹായിൽ അനുഗ്രഹീതരായവരെ, ദിവികാരുണ്യേശോ ഈ ദിവസം നിങ്ങളെയും നിങ്ങളുടെ കുടുംബങ്ങളെയും നിങ്ങളുടെ എല്ലാ പ്രവർത്തനങ്ങളെയും ആശീർവദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. കർത്താവിന്റെ സംരക്ഷണവും കരുതലും ഈ ദിവസം മുഴുവനും നമുക്ക് ഓരോരുത്തർക്കും ലഭിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷത്തിന്റെ 15-ാമത്തെ അധ്യായത്തിന്റെ 1 മുതൽ 7 വരെയുള്ള തിരുവചന ഭാഗങ്ങളിൽ യേശുനാഥൻ പഠിപ്പിക്കുന്നത് നഷ്ടപ്പെട്ടു പോയ ഒരാടിന്റെ ഉപമയെക്കുറിച്ചാണ്. ഈശോ തന്റെ പ്രബോധനങ്ങൾ ജനങ്ങൾക്ക് കൊടുക്കുമ്പോൾ ഫരിസയരും ചുങ്കക്കാരും ഒക്കെ അത് കേൾക്കാനായിട്ട് വരികയാണ്. അവൻ പാപികളുടെയും കുറവുള്ളവരുടെയും നടുവിലിരുന്ന് അവരുടെ കൂടെ നിന്നുകൊണ്ട് പ്രസംഗിക്കുകയും അവരെ ചേർത്ത് പിടിക്കുകയും ഒക്കെ ചെയ്യുന്നത് കാണുമ്പോൾ ഇവര് പിറുപിറുക്കുകയാണ്. ഫരിസയരും ചുങ്കക്കാരും ഒക്കെ അവൻ പാപികളുടെ കൂടെയാണല്ലോ നിൽക്കുന്നത്. അപ്പോഴാണ് ഈശോനാഥൻ ഈ ഒരു ഉപമ പറയുന്നത്. 100 ആടുകളുള്ള ഒരിടയന് ഒരു ആടിനെ നഷ്ടപ്പെട്ടു പോവുകയാണ്. അവനാ ഒരെണ്ണത്തിനെ തേടിപ്പോയി കണ്ടുപിടിച്ച് തിരിച്ചു കൊണ്ടുവന്നു കഴിയുമ്പോൾ അതിൽ സന്തോഷിക്കുകയാണ്. ഇതുപോലെയാണ് സ്വർഗം. അനുദപിക്കുന്ന ഒരു പാപിയെക്കുറിച്ച് സന്തോഷിക്കുന്ന സ്വർഗം. ഇതാണ് ഈശോനാഥൻ പഠിപ്പിക്കുന്നത്. പ്രിയപ്പെട്ട ദൈവമക്കളെ, വലിയ പ്രത്യാശയുടെയും ദൈവത്തിന്റെ അനന്തമായ കരുണയുടെയും സ്നേഹത്തിന്റേതുമായ ഒരു സുവിശേഷ ഭാഗമാണ് ഈശോനാഥൻ നമുക്ക് നൽകുന്നത്. എത്ര വലിയ പാപിക്കും കർത്താവിന്റെ ഹൃദയത്തിൽ സ്ഥാനമുണ്ട് എന്ന് ഈശോനാഥൻ പഠിപ്പിക്കുകയാണ്. അനുദപിക്കുന്ന ഒരു ഹൃദയമുള്ള പാപിക്ക് ദൈവസന്നിധിയിൽ വലിയ വില ലഭിക്കും എന്നുള്ള കാര്യം ഈശോനാഥൻ കൃത്യമായിട്ട് ഈ വചനത്തിലൂടെ പഠിപ്പിക്കുമ്പോൾ നമുക്കൊക്കെ സന്തോഷിക്കാം. കാരണം ജീവിതത്തിലെ കുറവുകളും ബലഹീനതകളും ഒക്കെ ഉള്ളവരാ നമ്മൾ ഓരോരുത്തരും. പ്രിയപ്പെട്ട ദൈവമക്കളെ, ദൈവത്തിന്റെ മനസ്സിനെ പോലും മാറ്റാനുള്ള ശക്തി അനുതാപത്തിനുണ്ട് എന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കണം. നമ്മുടെയൊക്കെ ജീവിതത്തിൽ വന്നു പോകുന്ന കുറവുകളെയും ബലഹീനതകളെയും വീഴ്ചകളെയും ഓർത്ത് അനുദപിക്കുന്ന ഒരു ഹൃദയം നമുക്കുണ്ട് എങ്കിൽ ദൈവത്തിന്റെ ഹൃദയത്തെ മാറ്റാനായിട്ട് നമുക്ക് സാധിക്കും. ദൈവമേ, എനിക്ക് തെറ്റിപ്പോയി, എന്റെ കുറവുകളിൽ എന്റെ വീഴ്ചകളിൽ ഞാനിതാ വേദനിക്കുന്നു, നിന്നിൽ നിന്ന് അകന്നുപോയ നിമിഷങ്ങളെ ഓർത്ത് എന്റെ ചങ്ക് തകരുന്നു ഈശോയെ. ഇനി ഞാൻ പാപത്തിലേക്ക് പോകില്ല, നിന്റെ സ്നേഹത്തോട് ഞാൻ ചേർന്ന് നിൽക്കുന്നു. ഈ ഒരു മനോഭാവത്തോടെ ഈശോയുടെ സന്നിധിയിലേക്ക് നിന്റെ കുറവിന്റെ നിമിഷങ്ങളിൽ നീ കടന്നു വന്ന് നോക്കിക്കേ. ദൈവത്തിന്റെ മനസ്സിനെ മാറ്റാനായിട്ട് നിന്റെ ഈ അനുതാപത്തിന്, നിന്റെ ഹൃദയത്തിന്റെ ഈ വേദനയ്ക്ക് സാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞുകൊള്ളുക. നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകുന്ന കുറവിന്റെ നിമിഷങ്ങളിൽ അനുദപിക്കുന്ന ഹൃദയത്തോടെ ദൈവത്തിന് മുമ്പിൽ നിൽക്കാനായിട്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ഓരോരുത്തർക്കും സാധിക്കണം. കാരണം നമ്മുടെ ദൈവം സ്നേഹിക്കുന്ന ദൈവമാണ്. നമ്മുടെ ആരുടെയും വീഴ്ചകളിലോ നമ്മുടെ ആരുടെയും കുറവുകളിലോ സന്തോഷിക്കുന്ന ഒരു ദൈവമല്ല നമ്മുടെ ദൈവം. ഉപരി നമ്മുടെ വീഴ്ചയിൽ വേദനിക്കുകയും നമ്മുടെ കുറവുകളിൽ നെഞ്ചുരുകയും തിരിച്ചു വരുമ്പോൾ സന്തോഷത്തോടെ നെഞ്ചോട് ചേർത്ത് പിടിച്ച് നമ്മളെ ആശ്വസിപ്പിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ദൈവമാണ് നമ്മുടെ ദൈവം. ആ ദൈവ കരങ്ങളിലേക്ക് നമ്മെ സമർപ്പിക്കാം. ആ ദൈവത്തോട് നമുക്ക് ചേർന്ന് നിൽക്കാം. കരങ്ങളെ യാചനയോട് പിടിച്ച് ഈ ദിവസത്തിന്റെ എല്ലാ കാര്യങ്ങളെയും ഈശോയോട് നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. ഈശോയെ നന്ദി. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. കർത്താവ് ഈശോയെ മക്കളെ ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. ഇവരോരോരുത്തരെയും അനുഗ്രഹിക്കുകയും ആശീർവദിക്കുകയും ചെയ്യണമേ. ഇവരുടെ ജീവിതങ്ങളിലേക്ക്, ഇവരുടെ അധ്വാനങ്ങളിലേക്ക്, ഇവരുടെ നൊമ്പരങ്ങളിലേക്ക് അങ്ങ് ഇറങ്ങിച്ചെന്ന് ഇവരെ സഹായിക്കണമേ, സംരക്ഷിക്കണമേ, പരിപാലിക്കണമേ. ഇവരുടെ ജീവിതത്തിലെ ഇന്നത്തെ എല്ലാ അധ്വാനങ്ങളിലും അങ്ങയുടെ സഹായം നൽകണമേ. കർത്താവെ, ദിവ്യകാരുണ്യത്താൽ ആശീർവദിക്കുമ്പോൾ ഇവരിൽ നിന്ന്, ഇവരുടെ ഭവനങ്ങളിൽ നിന്ന്, ഇവരുടെ അധ്വാന മേഖലകളിൽ നിന്ന് സർവ്വ തിന്മകളും ബന്ധനങ്ങളും കെട്ടുകളും പിശാചിന്റെ ഉപദ്രവങ്ങൾ, നാരകീയ ശക്തിയുള്ള പ്രവർത്തനങ്ങളും നിർവീര്യമായി തീരട്ടെ എന്ന് കൽപ്പിക്കുന്നു. അന്ധകാരത്തിന്റെ എല്ലാ കെട്ടുകളും അഴിയട്ടെ. ഈശോയെ, ഇവരെ ഓരോരുത്തരും അനുഗ്രഹീതരാകട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായി സർവേശ്വരായ എന്നേക്കും. ആമേൻ.